നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഫോഴ്സ്ഫുള്ളി ഒന്നും വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമാണെങ്കിൽ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടേക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. വിശ്വാസമില്ലാത്തവർ കാണാനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ചോളൂ. നമുക്ക് കാർഡ്സ് എടുക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്? പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പൈ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പുറകെ, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയുടെ പുറകെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നുണ്ട്. ചിലപ്പം ബ്രേക്കപ്പ് സിറ്റുവേഷനോ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് അവർ നിങ്ങളോട് മിണ്ടിയില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ ആ ഒരു സ്നേഹത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. അടുത്തത് ഫോർ ഓഫ് വാണ്ടിൻ്റെ എനർജി തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരണം, ഒരു റീയൂണിയൻ ഉണ്ടാകണം എന്ന് തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ എനർജി അങ്ങോട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാണ്ടിൻ്റെ എനർജിയാണ്, ഒരു ആവേശം അത് തന്നെയാണ്, ഫയറാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഫയർ തന്നെയാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. തിരിച്ചും അങ്ങോട്ട് ചിലപ്പം ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് അവർ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള ഒരു പുറമേ ഈ ഒരു റിലേഷൻ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ റിലേഷൻ അവരോടൊപ്പം ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് നിങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം അത് ഒരു ഒത്തുചേരൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിനോട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുക, ഒരു പൈങ്കിളി പോലെ കൊണ്ടു നടക്കുക എന്നുള്ളതല്ല. കൂടുതൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാനും കൂടുതൽ ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, ഇതിനകത്തൊരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായും നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനുള്ളൊരു മുൻകൈ എടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരായിട്ട് തന്നെ മുന്നോട്ട് വരും. അത് സ്പീഡിലല്ല, സ്ലോലി അവരായിട്ട് തന്നെ അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളടുത്തോട്ട് തന്നെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതെ, ഇവരുടെ തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇവർക്ക് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടാനായിട്ട് ഇവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. എല്ലാം ഉണ്ടെങ്കിലും മുന്നോട്ട് അവർക്ക് ഒരു മുൻകൈ എടുക്കാൻ വയ്യ എന്നുള്ളതാണ്, എടുത്ത് ചാടാൻ വയ്യ ഇതിനകത്തോട്ട്. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെ മറ്റോ ആയിരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടെ ചേർത്തും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിലും അതിനകത്തോട്ട് അങ്ങോട്ട് എടുത്ത് ചാടാനായിട്ടുള്ളൊരു ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന സ്വാധീനമായിട്ട് എനിക്ക് വരുന്നതെന്ന് പറയുമ്പോൾ
ഏസ് ഓഫ് സോഴ്സ് ആണ്. ഇതിനകത്ത് ഇവർക്ക് വ്യക്തതയില്ല, എന്താണ് ഇവരൊരു ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഇവർക്കില്ല. സ്നേഹമുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അവർക്കുണ്ട്. പക്ഷേ അത് എങ്ങനെ എന്നുള്ള ഒരു ചോയ്സ്, അത് മാത്രം ഒരു വ്യക്തതയില്ല. അതിന് എഫേർട്ട് ഇടാനും ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് കാണിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തതയില്ല. ഈ 7 ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. പല ചിന്തകളാണ് മനസ്സിൽ, പല ഓപ്ഷനുകളാണ്. ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പലതിൻ്റെയും പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 7 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയും പറയാം. ഇവർക്ക് വേറെയും ഓപ്ഷനുണ്ട് സ്നേഹത്തിനകത്ത്. മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതിനകത്തത് ഒരു എഫേർട്ട് ഇടാനായിട്ട് അവർ ധൈര്യം കാണിക്കുന്നില്ല. വ്യക്തത, സോഴ്സിൻ്റെ എനർജി ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ, ഏസ് ഓഫ് സോഴ്സ് ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ അതിനകത്തൊരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യവും, റിസ്ക് എടുക്കാൻ ഫുൾ കാർഡും ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ എഫേർട്ട് ഇടാനായിട്ട് ധൈര്യം കാണിക്കുന്നില്ല, എടുത്തു ചാടാൻ വയ്യ എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനും എനർജിയുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്തംഭനാവസ്ഥ എന്നൊക്കെ പറയാം. ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്, ഓവർ തിങ്കിങ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്തോട്ട് അവർ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനകത്തൊരു സോഴ്സ് അവർക്കില്ല, വഴിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയും 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും വരുന്നുണ്ട്. അപ്പം അവരതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ആണ്, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനൊരു വഴിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെ അവരുടെ കൂടെ നിർത്താനും നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോവാനും നിങ്ങളെ അവർക്ക് വിട്ടുകളയാനായിട്ട് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ബാഹ്യമായിട്ടുള്ളൊരു പ്രകടനത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടാണ് അവർക്ക് ആഗ്രഹം. ഇതിനകത്തൊരു ചീറ്റിങ് ചെയ്യാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും വേണ്ടുന്നത്. കാരണം നിങ്ങൾ എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെയൊക്കെ ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം, ഇത് കൂടെ എന്നും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റും ഒരു സന്തോഷവും മനസ്സുകൊണ്ടൊരു സമാധാനവും ഒക്കെ കിട്ടുന്നത്. എപ്പോഴും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത് അവരുടെ കൂടെ ഉള്ളപ്പോഴുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലും ആ ഒരു മനസ്സിൻ്റെ ചിന്തയായിട്ട് എനിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അവരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അവർ നിങ്ങളെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്നേഹം, കപ്പിൻ്റെ എനർജി തന്നെയാണ് ആ ഒരു ഫീലിങ്സും പുറമേ ഉള്ള ധാരണയും ആഴത്തിലുള്ള ചിന്തയൊക്കെ എടുക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഒരു കെയറിങ്ങും സ്നേഹവും നിങ്ങൾക്ക് തരണമെന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് തന്നെയാണ് അവരാഗ്രഹം. പുറമേ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ ഓടി വരണം, അവർക്ക് ഈ ഒരു റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഒരുപാട് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കാരണം കാണും. ചിലപ്പോൾ അവരുടെ ഫാമിലി കാണും, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, വീട്ടുകാരായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് മറികടന്ന് വരാനായിട്ട് ഒരു ധൈര്യം അവർ കാണിക്കുന്നില്ല, എഫേർട്ട് ഇടുന്നില്ല, റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം അവർ കാണിക്കുന്നില്ല, വ്യക്തതയുമില്ല. ഇതെങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളൊരു വ്യക്തതയും അവർക്കില്ല. ഒരു പിക്ചർ ഇല്ലാത്തൊരു രീതിയിലാണ് പല ചിന്തകളിലും. വേറെ ഓപ്ഷൻ ഉണ്ട് അവർക്ക്, ആ ഒരു ഓപ്ഷനും കൂടെ ഞാൻ പറഞ്ഞല്ലോ, 7 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ വേറെയും ഓപ്ഷനുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു സ്തംഭനാവസ്ഥയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവരുമായിട്ട് പങ്കിട്ട നിമിഷങ്ങളും ആ ഒരു സന്തോഷവും ഈ ഒരു റിലേഷൻ നിങ്ങളോട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള നിങ്ങളുടെ ഒരു എനർജി, അതെ, തുല്യത വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. എപ്പോഴും തുല്യത നിങ്ങൾക്ക് വേണം, ഈക്വലായിട്ടുള്ളൊരു നീതി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുള്ളൂ.
അതെ, ഞാൻ പറഞ്ഞല്ലോ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ്. അവരിൽ നിന്നൊരു കെയറിങ്ങും ഒരു പരിപാലനവും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും മറ്റൊരു കാർഡ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ എനർജിയും ഇവിടെ 4 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളും. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരും എന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾക്കൊരു ഈക്വൽ ആയിട്ടുള്ളൊരു നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എന്നുള്ളതാണ്. അവരും അതിന് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള വഴി അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അവരും പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ അതിനുള്ളൊരു വഴി അവർക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ പലരുടെയും ഒരു എനർജി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് 11 എന്ന് കമൻറ്റ് ചെയ്യുക. അത് ഒരു ന്യൂ ബിഗിനിങ്ങിന് 11 പോർട്ടൽ സമയം വെച്ചിട്ട് നിങ്ങൾ അഫർമേഷൻ എഴുതുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അത് ഉടനടി ഫലം നിങ്ങൾക്ക് ലഭിക്കും. പോസിറ്റീവായിട്ട് എന്തും ചിന്തിച്ച് എഴുതുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.